ഹലോ. ഈ മേളം കാര്യങ്ങളപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലായിണ്ടാവില്ലേ പൂരത്തിൻ്റെ പുറപ്പാടാണെന്ന്. അതെ, അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രീ കുറുമേക്കാവ് ഭഗവതിയുടെ പൂരാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എഴുന്നള്ളിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 3 മണിയായപ്പോൾ തന്നെ നമ്മുടെ പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നിട്ട് ഇതാ ഇങ്ങനെ ഗജവീരന്മാർ പോകുന്നത് കണ്ടുകൊണ്ടേയിരുന്നു. എത്ര കണ്ടാലും മതിയാവില്ല ആനകൾ തന്നെ. അപ്പോൾ 3 എണ്ണമാണ് കേട്ടോ ഇവിടുന്ന് എഴുന്നള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മന്ദം ആ ഒരു ചൂടുള്ള വീതി കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നിറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് റോട്ടിൽ, എന്നാലും പാവങ്ങൾ അങ്ങനെ ചവിട്ടി നടന്നു പോവുകയാണ്. അങ്ങനെ ഇനി അവിടെ പോയി കുറച്ചങ്ങനെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പന്തൽ കെട്ടിയിട്ട് അവിടെ കുറച്ച് നേരം മേളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ആന അടുത്ത് കൂടെ പോകുന്നതുകൊണ്ട് ചെറിയൊരു പേടി കുഞ്ഞുകുട്ടികൾക്കുണ്ട്. എന്നാലും ഞങ്ങളിത് അങ്ങനെ സെറ്റായിട്ട് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഒരു 3 മണി നേരത്തായതുകൊണ്ട് അത്ര ചൂട് ഉണ്ടാവില്ല, എന്നാലും ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തണലത്തായിട്ട് ആനകളെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 3 പേര് ഇതാ അങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ബാക്കി മേളക്കാർ അതിന് മുന്നിലായിട്ട് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഇപ്പോൾ പിന്നെ അങ്ങനെ പ്രായഭേദമൊന്നുമില്ല. പിന്നെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ അല്ലെങ്കിൽ പുരുഷന്മാരെന്നോ യാതൊരു ഭേദവുമില്ല. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നതാണല്ലേ പൂരങ്ങളൊക്കെ. അപ്പോൾ കുറേ ഡ്രസ് കോഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വിഭാഗക്കാരും ഓരോ തരം ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളൊക്കെ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. അവർ അങ്ങനെ തിമർത്ത് കളിക്കണ ഒരു ഇതിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മളങ്ങനെ കൂടെ പോയില്ല. ഇനി എല്ലാ പൂരവും കൂടി എഴുന്നള്ളിക്കും ദീപാരാധന സമയത്ത്. അപ്പം അങ്ങോട്ടാണ് കേട്ടോ പിന്നെ രാത്രി ഞങ്ങൾ പോയത്. അപ്പോൾ കുറച്ചൊരു 6 മണി നേരത്ത് വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളിത് അങ്ങനെ പൂരപ്പറമ്പയ്ക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാ പൂരത്തിൻ്റെ പരിപാടികളും ഒരുവിധം നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയിട്ടോ. കാരണം ആ ഒരു നേരത്ത് വന്നപ്പോൾ എല്ലാം കൂട്ടിയെഴുന്നേൽപ്പിൻ്റെ സമയം ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് വൈകിട്ട് പൂരം സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അങ്ങനെ പൂരപ്പറമ്പിലൊക്കെ ചുറ്റി നടന്ന് കണ്ട് പല വിഭാഗക്കാർ ഓരോ തരം കലാരൂപങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല വെറൈറ്റി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ നമ്മുടെ പൂരത്തിൻ്റെ എഴുന്നള്ളിപ്പ് കൂട്ടി എഴുന്നള്ളിപ്പ്, പിന്നെ അത് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ പകരം ഓരോ ഭാഗത്ത് ഓരോ കലാപരിപാടികളായിട്ട് ഇങ്ങനെ അരങ്ങേറുന്നുണ്ടായിരുന്നു കേട്ടോ. പൂരപ്പറമ്പ് കാണാൻ തന്നെ ഒരു ഒന്നൊന്നര ചന്താണല്ലേ. ഈ ഒരു കാലം എന്ന് പറയുന്നത് വളരെ രസമാണല്ലേ. എല്ലാ സ്ഥലത്തും പൂരം ആകപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നാലും ഒരു പ്രത്യേക തരം വൈബ്. പിന്നെ ഇതാ പറക്കുന്നത് കുറച്ച് പുകയാണെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് നിറച്ച് പേപ്പേഴ്സായിരുന്നു. ഇപ്രാവശ്യം ഇതായിരുന്നു എല്ലാ വിഭാഗക്കാരുടെയും ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ ആഘോഷത്തിൻ്റെ കൂടെ ഇതുപോലെ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ വാരി വിതറുന്നുണ്ടായിരുന്നു. പല കളറിലായതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ പോണ റോട്ടിലൊക്കെ ഇത് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും പൂരം അങ്ങനെ തിമർക്കുമ്പോൾ ഒരു ഭാഗത്ത് ഞങ്ങളില്ലേ കൂടാന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ചാരി ഇരിക്കുന്ന കുറേ കുടകൾ കണ്ടോ. ഈ കുടകൾക്കിടയിൽ കുറച്ച് തലകൾ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ പൂരത്തിൻ്റെ ഭാഗം എൻജോയ് ചെയ്യാണ് മതിലിന് അപ്പുറത്ത് നിന്നിട്ട്. അപ്പോൾ ഈ കുടകളൊക്കെ കുടമാറ്റത്തിന് വേണ്ടി സെറ്റപ്പ് ചെയ്തതായിരുന്നു. പക്ഷേ ഞങ്ങൾ കുടമാറ്റം കണ്ടിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ടും ഇതുപോലെ പൂരപ്പറമ്പയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ആനകളൊക്കെ അണിനിരന്ന് കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ പൂരപ്പറമ്പയ്ക്ക് ഇറങ്ങാറുള്ളത്. ഇത്തവണ അതായി പൂരപ്പറമ്പെന്ന് നമ്മളിത് നടന്ന് കാണുകയാണ്. അപ്പോൾ ഇത്തരം ഫണ്ണി ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല വലിയ അവരുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇതുപോലെ മുന്നിൽ കാണുമ്പോൾ ഒത്തിരി വലിയ എന്താ പറയുക ഭയങ്കര വണ്ടടിച്ചിട്ട് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ. പിന്നെ ഇതുപോലൊരു സംഭവം ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ പൂരത്തിനും ഓരോ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് ഇതങ്ങനെ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ വെറും തെയ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഇങ്ങനെയല്ല, കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇതുപോലെ നമ്മുടെ കൺമുന്നിലേക്ക് കാണുന്ന ആ ഒരു എഫക്റ്റൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വെച്ച് തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ആസ് യൂഷ്വൽ കോളിഫ്ലവർ വാങ്ങി കഴിച്ചു. പക്ഷേ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു, കാരണം കുറേ കടകളിലൊക്കെ സാധനങ്ങളൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീം മാത്രം ബാക്കിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പൂരപ്പറമ്പിൽ പിന്നെ കുറേ പൂരത്തിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ പർച്ചേസിങ് ഇല്ലാതെ പൂരമില്ലല്ലോ. അപ്പോൾ അതുകൂടി കയ്യിൽ കിട്ടിയപ്പോഴാണ് പിള്ളേർക്ക് സമാധാനമായത്. പിന്നെ ഇങ്ങനെ തെയ്യം കലാകാരന്മാരുടെ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവർക്കും അതൊക്കെ നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്, കുട്ടികളെ കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ചേരൊക്കെ എടുത്തു. പിന്നെ അവരുടെ എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒഴിഞ്ഞൊരു പ്രദേശത്ത് നിന്നിട്ട് കുറച്ച് നേരമൊക്കെ ചാടിത്തുള്ളി അങ്ങനെ ഓരോ കലാപരിപാടികൾ.
ഏതാണ്ട് എല്ലാത്തിൻ്റെ ഒടുവിലായിട്ടാണ് കേട്ടോ ഈ തെയ്യത്തിൻ്റെ കലാപരിപാടികൾ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ വെളിച്ചവും മാറിയതിന് ശേഷം ഇവരുടെ തീ കൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കോലാഹലങ്ങളും കഴിഞ്ഞ് ഏതാണ്ട് ഞങ്ങൾ പോരാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് അമ്പലത്തിൻ്റെ. അപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഇത്രയും വലിയൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ നടുക്കിലായിട്ട് ദേവിയുടെ ഒരു കരിങ്കല്ലിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ വടക്കാഞ്ചേരി ഭാഗത്തുള്ളവരൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ കുറച്ച് പൂരവിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്ത്. കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ